competition. ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആദ്യമായി വളരെ നൊസ്റ്റാൾജിക് ആയ ഒരു ഗാനം കേട്ടു. അടുത്തതായി ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത് അലീന കുട്ടിയാണ്. ലെജൻഡറി കോമ്പിനേഷൻ റൗണ്ടുമായി എത്തുന്നു അലീന സ്റ്റാൻലി. Put your hands together for അലീന. ഹായ് അലീന, സുഖമായിട്ടിരിക്കുന്നു അല്ലേ? 5th സ്റ്റേജിലെ ഫസ്റ്റ് പെർഫോമൻസ് ആണ്. ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ദളപതി എന്ന മൂവിയിലെ ചിന്നത്തായവൾ. ഓക്കെ, പ്രിപ്പയർ ചെയ്തല്ലോ? നന്നായിട്ട് പാട്, നല്ല മാർക്ക് വാങ്ങിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് ഹാവ് എ ലുക്ക്.
നന്നായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടിരിക്കാൻ. കമന്റ്സ് അറിയാം അല്ലെ അലീന? അനുവേട്ട അലീന, എന്തോ ദ ലെജൻഡറി കോമ്പിനേഷൻ റൗണ്ടിൽ എന്ന് മോള് പാടിയിട്ടുള്ളത് ടു ലെജൻഡ്സ്, ഇളയരാജ ആൻഡ് വാലി, തമിഴ് സിനിമയിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കോമ്പിനേഷൻസ്, അവരുടെ പാട്ടാണ് ഇത്. ദളപതി എന്ന സിനിമയ്ക്ക് വേണ്ടി ജാനകി അമ്മ പാടിയ പാട്ട്, ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ ദുഃഖം കൺവേ ചെയ്യുന്ന പാട്ട്, വളരെ ഫീൽഫുൾ ആയിട്ട് മോള് പാടി. മോളെ അലീന, ഇതില് വളരെ എനിക്കൊരു പേഴ്സണൽ താങ്ക്സ് ഉള്ളത് വാലി സാറോടാണ്. ബിക്കോസ് ഈ തമിഴ് ലിറ്ററേച്ചറിൽ അത്യാവശ്യം കമ്പമുള്ള മനുഷ്യനായതുകൊണ്ട് ഇതിലൊരു ചരണം മാത്രമേ പടത്തിലും CD റിലീസിലുള്ളൂ. സെക്കൻഡ് ചരണം വാലി സാർ എഴുതിയിരുന്നു. സാറുടെ അടുത്ത് നിന്ന് ഞാനൊരു കമ്പങ്കറി വാങ്ങിച്ചതാണ്. ആൻഡ് താങ്ക് യു വാലി സാർ ഫോർ ഗിവിങ് ഇറ്റ്. മോളെ ചില സ്ഥലത്ത് മോൾക്കൊരു ടെൻഷൻ മാത്രമേ ഫീൽ ചെയ്തുള്ളൂ ഇന്നത്തെ പാട്ടിൽ. ചില സ്ഥലം വാസ് ഔട്ട്സ്റ്റാൻഡിങ്, ചില പ്ലേസസ് വർ സിംപ്ലി ഔട്ട്സ്റ്റാൻഡിങ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് മോള് പാടി. ഈ ലാസ്റ്റ് പല്ലവിയിലാണ് കുറച്ചൊരു സ്ട്രെയിൻ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഒരു സ്ഥലത്തെ റോസാവേ എന്ന് പറഞ്ഞ സ്ഥലത്തിലും ചെറിയൊരു ഫ്ലോ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി നിർത്തിയാൽ എക്സലന്റ് ആയിട്ട് മോള് പാടി. എനിക്ക് പേഴ്സണലി മോള് ജൂനിയർ ഐഡലിൽ പാടിയ പാട്ടുകളിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് ഇന്നത്തെ പെർഫോമൻസ് പറയാൻ സാധിക്കും. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പാട്ടിന് ആവശ്യമുള്ള വികാരം നമ്മളിലേക്ക് കൺവേ ചെയ്തു. അതാണ് ഈ പാട്ടിന്റെ ഏറ്റവും വലിയ സക്സസ്. നത്തിങ് മോർ ടു കമന്റ്. ഗോഡ് ബ്ലെസ് യു മോളെ. അലീന, എന്തോ വാട്ട് എ വോയിസ്, ബ്യൂട്ടിഫുൾ വോയിസ്. വളരെ അപൂർവം പേർക്ക് നാച്ചുറൽ വോയിസിൽ ഇത്ര ഹൈ രജിസ്റ്റർ വരെ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഉൾപ്പെടെ എല്ലാവരും കുറെ കഴിഞ്ഞ് ഷിഫ്റ്റ് ചെയ്യും ഹെഡ് വോയിസിലേക്ക്. മോൾക്ക് അതിന്റെ ആവശ്യമില്ല. മോളുടെ ഇവിടുന്ന് ഡയഫ്രത്തിൽ നിന്ന് വരുന്ന ഒരു വോയിസ് ആണ് അത്. നന്നായി അത് ആ വോയിസ് എല്ലാ റേഞ്ചും എത്തുന്ന ഒരു നാച്ചുറലി ഓപ്പൺ വോയിസ് ആണ് അത്. അതിനെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യാണ്. പിന്നെ നല്ല ഫീൽ ഉണ്ടായിരുന്നു സിംഗിങ്ങിൽ. നല്ല ഇമോഷണൽ കണ്ടന്റ് ഒക്കെ ശരിക്കും നന്നായി അത് കൺവേ ചെയ്തു. അവസാനത്തെ എനിക്ക് ആകെ തോന്നിയെന്ന് വെച്ചാൽ മോളുടെ പ്രായക്കുറവുകൊണ്ട് കുറച്ചുകൂടി ഒരു പോളിഷ് സിംഗിങ്ങിൽ വരാനുണ്ട്. അത് വൺ ഫൈൻ ഡേ വരില്ല. അത് പാടി പാടി ആസ് യു ഗ്രോ അപ്പ് ഇൻ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടും പ്രാക്ടീസ് കൊണ്ടും ആ ഒരു പോളിഷ് വരും. അപ്പൊ നമ്മളും ഫൂളിഷാണ് ആ ഒരു പോളിഷ് ഇത്ര ചെറുപ്പത്തിൽ എക്സ്പെക്ട് ചെയ്യാന്ന് പറയണത്. പക്ഷെ അതല്ലാണ്ട് യു ആർ റിയലി അഹെഡ് ഓഫ് യുവർ സിംഗിങ്. സിംഗിങ് വൈസ് വളരെ വളരെ നന്നായിരുന്നു. ബ്യൂട്ടിഫുൾ സിംഗിങ്, വെരി ഗുഡ്. അലീന അസലായിട്ട് പാടി കേട്ടോ, അസലായിട്ട് പാടി. ചില പല്ലവിയുടെ എല്ലാ പല്ലവിയുടെയും എൻഡിലുള്ള വാക്ക് ഒഴിച്ചാൽ താരാരി താരി അതില്ല, അത് മാത്രം എല്ലാ പ്രാവശ്യവും ടെൻഷനിലാണെന്ന് തോന്നുന്നു, അത് സ്ലിപ്പായി പോയി. ബാക്കി എല്ലാ പോർഷനും എക്സലന്റ് ആയിട്ട് പാടി. അത് ഇത്ര മനോഹരമായിട്ട് കുട്ടികൾക്ക് പാടാൻ പറ്റില്ല, അത്രയും ഭംഗിയായിട്ട് പാടി. അത്രയും മേലെയൊക്കെ അല്ലെ എല്ലാ സ്ഥായികളിലും ഏറ്റവും മനോഹരമായിട്ട് മോളുടെ ഏറ്റവും നല്ല എനർജിയിലാണ് പാട്ട് പാടിയത്. ഒരു തട്ടിപ്പും ഇല്ലാതെ വളരെ ഫ്രാങ്ക് ആയിരുന്നു പാട്ട് മോളുടെ കേട്ടോ. അത് നല്ല ക്വാളിറ്റിയാണ്. ഒരു കാര്യം പറയാനുണ്ട്. ഈ രണ്ട് കൈയും വെച്ച് മയക്കെന്തിനെ പിടിക്കണേ? അതെന്താ പറയുക, അല്ല ഒരു സ്റ്റിഫ്നെസ് തോന്നുക പാടുമ്പോ. ഇനി തൊട്ട് ഒരു കൈ കൊണ്ട് പിടിച്ച് ശീലിക്കൂ. അതെന്താ പറയുക, കാണുന്നവർക്കൊരു ഇങ്ങനെ ഈ ശീലം ഒഴിവാക്കാം. ഓക്കെ മോളെ, ഒരു കയ്യില് മൈക്ക് വെച്ച് പാടുമ്പോ കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ ലുക്ക് വരും നമ്മൾ പാടുന്നത് കാണുമ്പോൾ, അറ്റ്ലീസ്റ്റ് ഫോർ us. അപ്പൊ മോള് കുറച്ചുകൂടി റിലാക്സ്ഡ് ആണെന്നും തോന്നുന്നു നമുക്ക്. അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, താങ്ക് യു ജഡ്ജസ്. അലീന കുട്ടി, ഗ്രേറ്റ് കോമെന്റ്സ്. ഇനി നമുക്ക് മാർക്സ് എങ്ങനെയുണ്ട് നോക്കാം. വിജേട്ട ഓൺ 30, 28 on 30. ഗായത്രി ചേച്ചി 28.5, 28.5 on 30. മോളെ 28 out of 30. 28 on 30. നല്ല സ്കോർ ആണല്ലോ. ഇനി ഓവറോൾ പെർഫോമൻസിന് എത്ര മാർക്ക് ഉണ്ട് നോക്കാം. വിജേട്ടാ ഓൺ 3. എക്സ്പ്രഷന് ഞാൻ മോളെ 3 തരുന്നു. ഫുൾ സ്കോർസ് ഓൺ 3. ഗായത്രി ചേച്ചി ഫീലിന് 2.75. താങ്ക് യു ചേച്ചി. അനുപേട്ട മോളെ സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് 3.75 out of 4. താങ്ക് യു അനുപേട്ട. അലീന കുട്ടി, യുവർ ടോട്ടൽ സ്കോർ ഈസ് 94 on 100. ഭയങ്കര സന്തോഷാണല്ലോ. ഈ സന്തോഷം ഇങ്ങനെ തന്നെ നിലനിർത്തണ്ടേ. അപ്പം ഇനി 3 റൗണ്ടില്ലേ 5th സ്റ്റേജിൽ, അതിൽ ഇത് നന്നായിട്ട് പെർഫോം ചെയ്യാം, നല്ല മാർക്ക് വാങ്ങിക്കാം. ഓൾ ദ ബെസ്റ്റ് അലീന.